വാക്കിന് വില എന്ന് പറയുന്നൊരു സാധനം വേണ്ടേ ചങ്ങായി, അല്ലെങ്കിൽ ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം വേണ്ടേ സ്റ്റിമാജി എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം തേർഡ് റൗണ്ടിൽ കടന്നില്ലെങ്കിൽ അദ്ദേഹം പോകുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഇന്ത്യ പുറത്താണ് എന്ന് കേട്ടപ്പോൾ പല ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കും ഒരു ആശ്വാസം നൽകിയിട്ടുള്ളൊരു വാക്കുകളായിരുന്നു അത്. എന്നാൽ ഇപ്പം എനിക്കെന്നാ അങ്ങനെ അങ്ങ് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു സ്ഥിതിയിലാണ് പുള്ളി നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്താ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരു 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 സാധനം കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. എന്താണെങ്കിലും ഇപ്പോൾ AFF പുതിയൊരു ജോബ് നോക്കാൻ സ്റ്റിമാച്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല AFF പുതിയ കോച്ചസിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലേക്കൊക്കെ പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നൊരു സമയത്ത് AFFും കുറ്റക്കാരാണ്. കാരണം 2026 വരെയുള്ളൊരു വലിയ കോൺട്രാക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ക്ലോസ് ഒന്നും വെച്ചില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ AFC ഏഷ്യൻ കപ്പിൻ്റെ റിസൾട്ട് വെക്കാം, അത് പോട്ടെ. വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് എന്ന് പറഞ്ഞത് നമുക്ക് മസ്റ്റായിരുന്നു അടുത്ത റൗണ്ടിലേക്ക് കടക്കുക എന്നുള്ളത്. കാരണം ഏഷ്യയിലെ ബെസ്റ്റ് 18 ടീംസ് ആണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ ഒബ്വിയസ് ആണ്. പക്ഷേ അത് നമ്മൾ നേടുമെന്ന് രാഖി രാമാനം പറഞ്ഞു. അത് നേടിയില്ലെങ്കിൽ നമ്മൾ അദ്ദേഹം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയുകയാണ്. പുള്ളിക്ക് ഓർമ്മയില്ല, ഞാൻ ആലോചിക്കട്ടെ, മീറ്റിംഗ് നടത്തട്ടെ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനാണ് ഒരു നെറികേട് തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഈ 2026 വരെ ഇത് വെക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ക്ലോസ് വെച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കടന്ന് കുടുങ്ങേണ്ടി വരില്ലായിരുന്നു. ഇതാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ഇത് ചെയ്തിട്ട് പോവുക എന്നുള്ളൊരു പരിപാടിയാണ് ഉള്ളത്. എങ്കിലും പറഞ്ഞതുപോലെ AFF സ്റ്റിമാച്ചിനോട് ഒരു പുതിയ ജോലി നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് ജോലി? കാരണം ഇതേപോലെ പുട്ടടിച്ച് ജീവിക്കാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സാധിക്കുമോ എന്നുള്ളതാണ്. സ്റ്റിമാച്ചിനെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തെ കാലയളവാണ് ഉണ്ടായത്. അതിൽ നിന്ന് എന്ത് ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും മാക്സിമം ഊറ്റിയെടുത്തിട്ട് നശിപ്പിച്ച് നാറാണക്കളെടുത്തിട്ട് പോകാമെന്നുള്ള തരത്തിൽ തന്നെയായിരിക്കും പുള്ളിയും ചിന്തിക്കുന്നുണ്ടാകുക. പ്ലീസ് വെറുതെ വിട്ടേക്ക്, ഞങ്ങൾ പാവം ഒരു ഇന്ത്യക്കാരാണ്, ഒരു ചെറിയ ഫുട്ബോളിങ് നേഷനാണ് എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്. എന്താണെങ്കിലും പകരക്കാരെന്ന നിലയിൽ ഇപ്പം AFF ടെക്നിക്കൽ കമ്മിറ്റിയൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യൻ കോച്ചസിനെയൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ വരും ആഴ്ചകളിൽ തന്നെ ഒരു തീരുമാനം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു പ്രതീക്ഷ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ AFFും സ്റ്റിമാച്ചുമായിട്ട് ഇപ്പം ആ ഒരു ബന്ധം അത്ര നല്ല രൂപത്തിലായിരിക്കില്ല ഇനി വരാൻ പോകുമ്പോൾ അതിനേക്കാൾ വഷളാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് താല്പര്യമില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഫണ്ട് കൊടുക്കുന്നപ്പം സായിയും കൂടി ചേർന്നിട്ടാണല്ലോ ഈ ഒരു സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരു ഹ്യൂജ് എമൗണ്ടാണ്. അതുകൊണ്ട് മാസം 25 lakhs ഇന്ത്യൻ റുപ്പീസൊക്കെ മറ്റോ ആണ് കൊടുക്കുന്നത്. അപ്പം സായിക്ക് ഉത്തരവാദിത്തമുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് എൻക്വയറി വരും, എന്താണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം ആരാധകരുടെ പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോശം പ്രകടനമൊക്കെ വരുമ്പോഴത്തേക്കും അവരും ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുകയും അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും. അതും അവർക്കൊരു പ്രഷർ വരാനുള്ളൊരു ഫാക്ടറാണ്. സോ എന്താണെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള റിസൾട്ട്. കാരണം പോയേ മതിയാകൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുക കാണിക്കുകയാണ്. സൈനിങ് ഓഫ്.